നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റി 10 വോട്ടിന് വേണ്ടിയാണ് ആന്റണി ഹീനമായ രാജ്യദ്രോഹ പരാമർശം നടത്തിയതെന്ന് മേജർ രവി. കഴിഞ്ഞ 5 വർഷം പാർലമെന്റിന്റെ മൂലയിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ശബ്ദിക്കാതെ ജനങ്ങളുടെ നികുതിപ്പണം കൈപ്പറ്റി അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വോട്ടിന് വേണ്ടി എന്തും പറയാമെന്ന ചിന്തയാണ് ഇയാൾക്ക് എന്നാണ് മേജർ രവി ആരോപിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്ന ചോദ്യവും മേജർ രവി ചോദിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പുൽവാമ പോലെ ഒരു ഭീകരാക്രമണം പദ്ധതിയിട്ടുവെന്ന് ആന്റോയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും? കശ്മീരിൽ ഒരു തവണയെങ്കിലും പോവുകയോ അവിടുത്തെ പട്ടാള നീക്കം കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നാണ് മേജർ രവി പറയുന്നത്. ഇതിനു മറുപടി പത്തനംതിട്ടയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നൽകും. ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നും മേജർ രവി ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന നടത്തി സൈന്യത്തെയും രാജ്യത്തെയും അപമാനിച്ച പത്തനംതിട്ട MP ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആവശ്യപ്പെട്ടു. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത സൈനികരുടെ കുടുംബത്തോടും മാപ്പ് പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെയും വീരമൃത്യു വരിച്ച സൈനികരെയും അപമാനിച്ച ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദനും സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിളയും ആവശ്യപ്പെട്ടു. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട MP ആന്റണിയുടെ പ്രസ്താവന രാഷ്ട്രവിരുദ്ധമാണെന്ന് റിട്ടയർഡ് കേണൽ S. ഡിന്നി പറഞ്ഞു. പുൽവാമയിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്ന് പാക് അസംബ്ലിയിൽ ഒരംഗം തന്നെ സമ്മതിച്ചതാണ്. പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് രാജ്യത്തെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ ഒരു പാർലമെന്റ് അംഗം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചത് അപകടകരമാണ്. ഭാരത സൈന്യത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ഭാരതത്തിന്റെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൊപ്പമാണ് ഇത്തരക്കാരെന്ന് സംശയിക്കേണ്ടി വരും. സൈന്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്നും ഡിനി പ്രതികരിച്ചു. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ആന്റണി പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യദ്രോഹികളെ കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്താവന തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കുമോ എന്നാണ് അറിയേണ്ടത്.